കടുവ ആക്രമണത്തിൽ വിമർശനവുമായി ദുരന്തങ്ങൾ മുതലെടുക്കുന്ന മത്തായി മൂന്നാമൻ രംഗത്ത്. മാനന്തവാടിയിലെ കടുവ ആക്രമണങ്ങളിൽ വനംവകുപ്പിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക മത്തായി മൂന്നാമൻ രംഗത്ത്. പ്രഖ്യാപനങ്ങൾ നൽകി മലയോരത്തെ വഞ്ചിക്കരുതെന്നാണ് മത്തായി മൂന്നാമൻ പറയുന്നത്. കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകി തലയൂരുന്നതാണ് പതിവ് രീതി എന്ന് പറഞ്ഞ മത്തായി മൂന്നാമൻ ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നും ചോദിക്കുന്നു. നഷ്ടപരിഹാരം കൊടുക്കുന്നത് ശാശ്വത പരിഹാരമല്ല, പലയിടത്തും ഫെൻസിംഗ് പ്രവർത്തനരഹിതമാണ്. മലയോര മേഖലയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആവശ്യപ്പെടുന്നു. വളരെ കുറച്ചു മാത്രമുള്ള ബിഷപ്പന്മാരെയും പാതിരികളെയും പോലും നിരീക്ഷിക്കുവാൻ യാതൊരു സംവിധാനവുമില്ലാത്ത, ക്രൈസ്തവ സഭയെ തന്നെ ദുഷ്ചെയ്തികളാൽ ഏറ്റവും കൂടുതൽ നാറ്റിച്ചിട്ടുള്ള വൈദികരുള്ള ഒരു സഭയുടെ അധ്യക്ഷനാണ് ഈ പറയുന്നത് എന്നോർക്കണം. കുമ്പസാര പീഡനം മുതൽ പോക്സോ കേസിൽ അറസ്റ്റിലായ 82-കാരനായ ശിമോൻ റമ്പാൻ വരെയുള്ള സഭയാണിത്. കുടുംബം കലക്കി പാതിരികളെ നിരീക്ഷിക്കുവാനോ നിലനിർത്തുവാനോ കഴിവില്ലാത്ത, യാതൊരു സംവിധാനവുമില്ലാത്ത ഒരു സഭയുടെ അധ്യക്ഷനാണ് കടുവയെ പിടിക്കുവാൻ സംവിധാനം ശക്തമാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. കടുവയുടെ ആക്രമണത്തിൽ ജീവൻ പോയിരിക്കുന്നത് 1-2 ആൾക്കാർക്കായിരിക്കാം. എന്നാൽ ഈ പാതിരിപ്പാമ്പുകളുടെ ഉപദ്രവത്താൽ ജീവൻ നഷ്ടപ്പെട്ടവർ അനേകരാണ്. മത്തായി ആദ്യം അതിനൊരു തീരുമാനമുണ്ടാക്കൂ, എന്നിട്ട് നമുക്ക് കടുവയ്ക്ക് കെണിവെക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്തുന്ന ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് സഭ. ഇക്കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹങ്ങളിൽ നിന്നും കോടികൾ വയനാട്ടിലെ ദുരന്തബാധിതരെ പുനരുജ്ജീവിപ്പിക്കുവാൻ എന്ന പേരിൽ സമാഹരിച്ചിരുന്നു. ഓരോ ഇടവകകളിൽ നിന്നും ലക്ഷങ്ങൾ ഈ നാമത്തിൽ പിരിച്ചുകൂട്ടി. ഇത്തരം കാര്യങ്ങൾക്ക് വിശ്വാസികൾ ഉദാരമായി സംഭാവനകൾ നൽകാറുണ്ട്. അപ്രകാരം കോടികളാണ് ഈ നാമത്തിൽ പിരിച്ചെടുത്തത്. എന്നാൽ വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി നാളിത്ര കഴിഞ്ഞിട്ടും എത്ര കോടി ഇതുവരെ പിരിച്ചെന്നോ ആ പണം എന്ത് ചെയ്തെന്നോ അതെങ്ങനെ കൊടുക്കുമെന്നോ സഭ ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നാൽ മത്തായി മൂന്നാമൻ ഈ അടുത്ത കാലത്ത് ഒരു അത്യാഡംബര കാറും കൂടി വാങ്ങിയിരുന്നു. സ്വന്തം പേരിൽ 16 അടുത്ത് സ്വകാര്യ ട്രസ്റ്റുള്ള സഭയുടെ മുതലാളിയാണ് ഇദ്ദേഹം എന്നോർക്കണം. പ്രളയമുണ്ടായപ്പോൾ ഓർത്തഡോക്സ് സഭ നേരിട്ട് വീടുകൾ ഉണ്ടാക്കി നൽകും എന്ന് പറഞ്ഞും ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ നിന്നും കോടികൾ പിരിച്ചിരുന്നു. ഇതിൻ്റെയും യാതൊരു കണക്കുമില്ല, വിവരവുമില്ല. ഈ പണത്തിൽ നിന്ന് പോലും തുക അടിച്ചു മാറ്റിയ, ഇടുക്കിയിൽ മുൻപിരുന്ന സ്ത്രീ വിഷയതൽപരനായിരുന്ന ഒരു മെത്രാനെ ഭദ്രാസന ചുമതലകളിൽ നിന്ന് പോലും മാറ്റിയിരുന്നു. അതുപോലെ റാന്നി പെരുന്നാടാശ്രമത്തിൻ്റെ അധീനതയിൽ ഏക്കർ കണക്കിന് വനഭൂമിയാണ് യാതൊരു രേഖകളുമില്ലാതെ സഭ കൈവശം വച്ചിരിക്കുന്നത്. ഇത്തരം വളഞ്ഞ പ്രസ്താവനകളുമായി ഇറങ്ങുന്നതിന് മുമ്പ് ദുരന്തത്തിൻ്റെ പേരിൽ ദുരന്തം മുതലാക്കി പിരിച്ചെടുത്ത കോടികൾ പ്രഖ്യാപിച്ച പ്രകാരം അടിയന്തരമായി ആ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യുക. അതുപോലെ പാതിരികളെ നിരീക്ഷിക്കുവാനുള്ള ഒരു മിനിമം സംവിധാനമെങ്കിലും ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങളെ കൂതാശപ്പണിക്കാരന്മാരുടെ വെറും ജൽപ്പനങ്ങളായി നാട്ടുകാർ പുച്ഛിച്ചു തള്ളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.